I welcome our chief guest, Sri K. Ajain sir, the former national player on this occasion. He has won LG Cup, Busan Asian Games held in Korea during 2001-2002, SAF Cup, Nehru Cup, and many other achievements. During 2005, he was awarded with Jeevaraja Swarna Medal for the best player in Kerala state. It is prominent to note that his achievements are mentioned in 8th standard fitness and physical education textbook for students. I request Sri Ajay Kumar sir to share your thoughts with the delivering speech. ഈ സൗത്ത് സോൺ ടൂർണമെൻറ്റിൻ്റെ അവസാന ചടങ്ങിലേക്ക് എത്തിയിട്ടുള്ള അതിൻ്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, എനിക്ക് തോന്നുന്നു നിരവധി സ്ഥലങ്ങളിൽ നിന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നെത്തിയിട്ടുള്ള മുഴുവൻ കായിക താരങ്ങൾ, അതുപോലെ തന്നെ ഈ ഇസിയാൻ കോംപ്ലക്സിൻ്റെ MD മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാൻ ഈ കൊല്ലം ജില്ലയിലെ തന്നെ ചടയമംഗലം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ കളിച്ചു വളർന്ന്, സെവൻസ് ഫുട്ബോളിലൂടെ കളിച്ചു വളർന്ന് ഏകദേശം 10 വർഷം 10 years ഇന്ത്യൻ ഫുട്ബോൾ ടീമിലും, അതുപോലെ തന്നെ കേരളത്തിന് വേണ്ടി നിരവധി തവണ കേരളത്തിന് സന്തോഷ് ട്രോഫി ഉൾപ്പെടെ, ഇപ്പോൾ നമ്മുടെ ISL എന്നുള്ളത് ഞാൻ കളിക്കുമ്പോൾ I League ആയിരുന്നു. 3 years വാസ്കോ ഗോവ, 5 years മഹീന്ദ്ര യുണൈറ്റഡ് മുംബൈ, and 1 year ചിരാഗ് യുണൈറ്റഡ് കൽക്കട്ട, and 1 year പൂനെ FC. അങ്ങനെ 10 വർഷം പ്രൊഫഷണൽ ഫുട്ബോളിലും കളിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുമാത്രമല്ല മുഴുവൻ ക്ലബിൻ്റെയും ഒരു പക്ഷേ എന്നേക്കാൾ കഴിവുള്ള കളിക്കാരുണ്ടായിട്ട് പോലും മുഴുവൻ ക്ലബിൻ്റെയും ക്യാപ്റ്റനായിരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ അറ്റ് പ്രസൻറ്റിൽ കേരളത്തിലെ സന്തോഷ് ട്രോഫി ടീമിൻ്റെ ചീഫ് സെലക്ടർ കൂടിയാണ് ഞാൻ ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ വർഷവും ഞാനും, നമ്മുടെ അറിയാമായിരിക്കും, KT ചാക്കോ എന്ന് പറയുന്ന പോലീസിൻ്റെ ഒരു പഴയ പ്ലെയറുണ്ട്, KT ചാക്കോ സാറ്, ഞാനുമാണ് അതിൻ്റെ ചീഫ് സെലക്ടർമാരായിട്ടുള്ളത്. സന്തോഷ് ട്രോഫി റണ്ണേഴ്സ് ആവുകയും നാഷണൽ ഗെയിംസ് വിന്നേഴ്സ് ആവുകയും ചെയ്തു കഴിഞ്ഞ വർഷം നമ്മുടെ കേരള ടീം. എനിക്കൊരു വലിയൊരു പ്രിവിലേജായി എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, സ്പോർട്സിലൂടെ വന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 8ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിൽ ഫിറ്റ്നസ് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റിൽ എന്നെക്കുറിച്ച് പഠിക്കുവാനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ എൻ്റെ മകൾ ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ സ്വന്തം അച്ഛനെക്കുറിച്ച് മകൾ പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ജീവിതത്തിലെ ഫുട്ബോൾ കളിച്ചതിലൂടെ ഏറ്റവും വലിയൊരു എന്താ പറയുക, അതൊരു വൈകാരികമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ മൊത്തം പൂളും അല്ലെങ്കിൽ ജിം ഉൾപ്പെടെ ബാക്കിയുള്ള അല്ലെങ്കിൽ അക്കോമഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് സാറത് ഇങ്ങനൊരു സംഭവം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരളത്തിൽ വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമുള്ള ഒരു സംഭവമാണ്. ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും സത്യത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്രയും ഒരു സെറ്റപ്പിൽ ഞാൻ സത്യത്തിൽ കാണുന്നത്. വലിയ പ്രോഗ്രാമുകൾ നടത്തപ്പെടാൻ പറ്റുന്ന ഒരു ഭൗതിക സാഹചര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന് മുന്നോടിയായി ഇതിൻ്റെ പുറകിൽ നിന്ന് ഇതിനെ സഹകരിച്ചിട്ടുള്ള മുഴുവൻ അംഗങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പേരിലുള്ള നന്ദിയുടെയും കടപ്പാടിൻ്റെയും 1000 പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്ത ഇതിൻ്റെ മുഴുവൻ ഭാരവാഹികൾക്കും നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.